നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് സെക്രട്ടറിയും രാജ്യസഭാ സ്ഥാനാർത്ഥിയുമായ ശ്രീ PV അബ്ദുൽ വഹാബാണ് ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സിലെ അതിഥി. സ്വാഗതം. മുസ്ലിം ലീഗിൽ താങ്കളുടെ ഫാദർ, അദ്ദേഹം ചന്ദ്രികയുടെ ഏജൻ്റായിരുന്നു ദീർഘനാൾ. താങ്കൾ ചന്ദ്രികയുടെ നിലമ്പൂർ ലേഖകനായിരുന്നു. അതുപോലെ തന്നെ മമ്പാട് കോളേജിൽ MSF രൂപീകരണത്തിൽ പ്രവർത്തിച്ചു, യൂത്ത് ലീഗ് പ്രവർത്തിച്ചു, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം തലത്തിൽ പ്രവർത്തിച്ചു, യൂത്ത് ലീഗിൻ്റെ. ഇതെല്ലാം പ്രവർത്തിച്ച ശേഷം അങ്ങനെ ഒരാൾ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ചർച്ച ഉയരുമ്പോൾ 2014 താങ്കൾ രാജ്യസഭയിൽ പോയതാണ് ലീഗിൻ്റെ. പക്ഷേ 2015 10 വർഷം കഴിയുമ്പോഴേക്കും താങ്കൾ പെട്ടെന്ന് പണക്കാരനാകുന്നു. പണക്കാരൻ എന്നുള്ളത് ഒരു അയോഗ്യതയായി മാറുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ പോകട്ടെ എന്ന അഭിപ്രായം മുനവറലി തങ്ങളെപ്പോലുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ മാറ്റം? അത് ഇന്നത്തെ ചുറ്റുപാടിൽ എന്നെ എതിർക്കുന്ന ആൾക്കാരുടെ ചില ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് 2004 സംഗതി ശരിയാണ്. 2004 നിങ്ങളൊന്നും എന്നെ അറിയില്ല, ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അന്ന് എൻ്റെ ലീഗ് പാരമ്പര്യം എൻ്റെ വാപ്പാനെ പറ്റിയൊന്നും ആരും അറിയാത്ത കാലം. പക്ഷെ തങ്ങൾക്ക് അറിയുമായിരുന്നു, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക്. അപ്പോൾ ശിഹാബ് തങ്ങൾ അന്നത്തെ ചുറ്റുപാടിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി. ആ സംഗതികൾ അദ്ദേഹം പിന്നീട് പല ഘട്ടങ്ങളിലും എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ മുനവറലി തങ്ങൾ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ പറയുന്നത് മുതലാളിയും പ്രവർത്തകനും എന്നുള്ള നിലയിലാണ്. മുതലാളി വേണ്ട, ഒരു നല്ല പ്രവർത്തകൻ മതി എന്ന നിലയിലാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെയാണ് കാണുന്നത്. അല്ല, മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ശിഹാബ് തങ്ങളുടെ മകൻ ചെറുപ്പക്കാരനാണ്, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, നേരിട്ട് വളരെ നല്ല ബന്ധുവാണ്. ആ സമയത്ത് അതും ആ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇന്നലെ കൊച്ചിയിൽ വരെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്നോട് കൂടുതൽ സ്നേഹമായിട്ടാണ്. ശരിയാണ്, നിങ്ങൾ ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥ ഇല്ലാത്ത ആശ്ലേഷമല്ല നികേഷ് ഇയാളെടുത്തുന്നുള്ളത്, നമ്മുടെ മുനവറലി തങ്ങളെത്തുണ്ട്. കാരണം മുനവറലി തങ്ങളെ ചെറുപ്പം മുതൽ എനിക്കറിയാം. പക്ഷേ അങ്ങനെ വന്നാൽ എങ്ങനെ പറയും? ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ യൂറോപ്പിൽ കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം ബീത്താത്ത, അവരെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മുനവറലിയുടെ ഉമ്മ, ഇവരെല്ലാവരെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ എല്ലാം കൊണ്ടുപോകുക, മയോ സർവകലാശാല ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക, ഇതെല്ലാം ചെയ്തപ്പോൾ അബ്ദുൽ വഹാബിൻ്റെ പണത്തിന് ഒരു മോശവുമില്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ അബ്ദുൽ വഹാബിൻ്റെ പണക്കാരൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് അവിടെ ക്ലാരിഫൈ ചെയ്ത് പോവാ. അവിടെ എല്ലാവർക്കും ധാരണ ശിഹാബ് തങ്ങളെ ഞാൻ എൻ്റെ പൈസയ്ക്ക് ചിലവായി കൊണ്ടുവന്നു എന്നുള്ള ധാരണയാണ്. സത്യത്തിലല്ല, വളരെ സത്യത്തിൽ. ഞാൻ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്ത പണി എന്താ അറിയും? ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി തന്നിട്ടുണ്ട് മലപ്പുറം ബാങ്കിൽ, ഒരു ബ്ലാങ്ക് ചെക്ക്. വഹാബിന് എനിക്ക് ചിലവായ പൈസ എഴുതിയെടുത്തോളൂ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ചിലവായിട്ടില്ല. കാരണം അവിടെ അമേരിക്കയ്ക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച ഒരാളുണ്ട്, അതിൻ്റെ എല്ലാ ചിലവുകളും അയാൾ വഹിച്ചിട്ടുണ്ട്. തങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇതിൽ ആരെ പൈസയും പോയില്ല, ഏറിയൊന്ന എൻ്റെ ടിക്കറ്റും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ മേജർ പൈസ ഇതിൻ്റെ ചിലവുകളൊക്കെ വേറൊരു സുഹൃത്താണ് വഹിച്ചിട്ടുള്ളത്. എനിക്ക് തുറന്നു പറയാം, ന്യൂയോർക്കിലെ ഹനീഫ് എന്ന് പറഞ്ഞ അയാൾ വ്യവസായിയാണ്. അയാളെ ഫാക്ടറി ഉദ്ഘാടനത്തിനാണ് പോണത്, ആദ്യമായിട്ട് പോണത് അമേരിക്കയിൽ പോണത്. അവിടെ ഒരു ഈ ക്രീമിൻ്റെയും കാര്യങ്ങളൊക്കെ ഫാക്ടറി ഉണ്ട്, വലിയ ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ, ഞാൻ തങ്ങളെ കൊണ്ടുപോകുന്നു, ഞാൻ തങ്ങളെ ബഹുമാനിക്കുന്നു. അല്ല, ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി മുന്നോട്ട് പോകണമെന്നുള്ളൂ. ഇപ്പോൾ 2004 സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ PV അബ്ദുൽ വഹാബിന് തന്നെ അറിയാം ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നില്ല. പിന്നെ എങ്ങനെ സ്ഥാനാർത്ഥിത്വം? മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നില്ല എന്ന് എനിക്കൊന്നുമില്ല, മുസ്ലിം ലീഗ് നേതാവല്ല എന്നുള്ളൂ. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം താങ്കൾക്ക് ലഭിക്കാൻ മാത്രമുള്ള ഒരു പ്രാധാന്യം എങ്ങനെ മുസ്ലിം ലീഗിലുണ്ടായി? അവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഈ പേയ്മെൻറ്റ് സീറ്റ് എന്ന വിവാദം അവിടെയാണ് ഉണരുന്നത്. താങ്കൾ പണം കൊടുത്തിട്ടാണോ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് പണം നൽകിയിട്ടാണ് ആ സ്ഥാനാർത്ഥിത്വം താങ്കൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ആക്ഷേപം. പക്ഷെ തങ്ങളെപ്പറ്റി അറിയാത്തവരാണ് അങ്ങനെ പറയാം. തങ്ങന്മാരെ പറ്റിയിട്ട് വെറും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ല, മുഹമ്മദ് ഷഹീദ് തങ്ങളെ വാപ്പ പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ,
ഈ പൂക്കോത്താങ്ക് 5 മക്കളുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മരിച്ചുപോയ വേറെ ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഈ 5 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പൊതുസമൂഹത്തിലും കാര്യങ്ങളിലും ഇടപെടുന്നു. അവരൊരു നിലക്കും കറപ്റ്റല്ല, അവർ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റിയ ആൾക്കാരും അല്ല, അതിന് പറ്റൂല. ഈ മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അയാളെ ഉപയോഗിക്കുകയായിരുന്നോ മറ്റാരെങ്കിലും? അല്ല, സാധ്യത ഉണ്ട്. അതിനിപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് തെളിവൊന്നുമില്ല. നിർണായകമായ തീരുമാനം എടുക്കാൻ ചേരുന്ന ആ പാർട്ടി യോഗത്തിന് തൊട്ട് മുൻപുള്ള മണിക്കൂറിലാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. പിന്നാലെ അത് അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല, തീരുമാനത്തെ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഷയും ആയിരുന്നില്ല ലക്ഷ്യം. അല്ല അദ്ദേഹത്തിൻ്റെ ഭാഷയുമായിരുന്നില്ല. മുതലാളി, പൊരുത്തം എന്നൊന്നും ഭാഷയല്ല. ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പും പറയുന്നില്ല, ഇല്ല എന്ന് നിഷേധിക്കുന്നു. സ്വാധീനിച്ചാൽ ഈ ഭാഷ മാറില്ലല്ലോ. സ്വാധീനിച്ച ഭാഷയും കൊടുത്താൽ പോരെ. ഞാൻ താങ്കളെ സ്വാധീനിച്ച് എനിക്ക് വേണ്ടി ഒരു അല്ലെങ്കിൽ എനിക്ക് സംവദിക്കാനുള്ള ഒരു കാര്യം എഴുതിക്കുകയാണെന്ന് വിചാരിക്കുക. താങ്കളുടെ ഭാഷയിലേ എഴുതൂ. നികേഷ്, വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ട്വിറ്ററും ഒക്കെ നമ്മളാണ് ചെയ്യണത്. എനിക്കിപ്പം ഒരേ സമയത്ത് ട്വിറ്ററിലും മറ്റോടത്തും എല്ലായിടത്തും ഇല്ല, അതിനൊക്കെ ആൾക്കാരുണ്ട്. മുനവർ അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റാരോ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണോ? അല്ല, അത് എല്ലാവരും ഇപ്പം മുനവറെ ശിഹാബ് അവർ സമ്മതത്തോടെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നയിക്കൊള്ളണം എന്നില്ല. അല്ല, ആ സ്വാധീനം ഭയങ്കരമായിരിക്കണം. നമ്മൾ PV അബ്ദുൽ വഹാബ് എന്ന മുൻ രാജ്യസഭാ MP മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ പ്രവർത്തക സമിതി അംഗമാണ് അല്ലേ? ഞാനോ? ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾക്കെതിരെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുതലാളി എന്നൊക്കെ പറയണമെങ്കിൽ ആ സ്വാധീനം ഭയങ്കരമായിരിക്കണം. അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകാതിരിക്കാം. അത് PK കുഞ്ഞാലിക്കുട്ടിയാണോ? അങ്ങനെയല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാമല്ലോ, പല ആംഗിളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അതേമാതിരി ഭിന്നമായ അഭിപ്രായ ഭിന്നതൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം 2004 എന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന് എന്നെ പാകമാക്കിയതും എന്നെ ഒരു യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൽ കൊടുന്ന എല്ലാം രൂപത്തിലാക്കിയ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. സെക്രട്ടറി വരെ ആക്കി പാർട്ടിയുടെ. ഫേസ്ബുക്ക് പോസ്റ്റിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ഒരു തീരുമാനം ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും മകൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന തീരുമാനമാകും PV അബ്ദുൽ വഹാബിന് സീറ്റ് കൊടുത്താൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വൈകാരികതയെ അതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കൽ പിടിച്ചിരിക്കുകയാണ്. കൃത്യമായി താങ്കളെ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നുള്ളതിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ല, എനിക്ക് സംശയമാണ്. എനിക്ക് അനുകൂലമായി ഞാൻ തന്നെ കൊടുത്താണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അതായിരിക്കാം എന്നെ രണ്ടാമത് സ്ഥാനാർത്ഥി ആക്കിയതെന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി എവിടെ വച്ചാണ് താങ്കളെ കട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? കട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനല്ല. പൊളിറ്റിക്സ് അല്ലേ. എന്നെക്കാളും നല്ല സ്ഥാനാർത്ഥി, പാർട്ടിക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ ഈ സമയത്ത് പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ട വ്യക്തി, മുമ്പത്തെ മാതിരില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത് അനുകൂല കാലാവസ്ഥയല്ല, ഇന്ന് മോഡിയാണ് ഭരണത്തിലുള്ളത്. അങ്ങനെ പാർട്ടിയിൽ അഭിപ്രായം ഉണ്ടായിരിക്കാം, വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം. കുഞ്ഞാൽ സാഹിബിന് തോന്നിയിട്ടുണ്ടാവും വഹാബിനേക്കാൾ നല്ലത് പിന്നെ എൻ്റെ വേറെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നാലും. ഈ 2004 നിന്ന് വ്യത്യസ്തമായി 2015 ആകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി താങ്കളെ എതിർക്കാൻ എന്താണ് കാരണം? ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞല്ലോ, പോളിറ്റിക്സിൽ എല്ലാം ഒരേമാതിരി 11 കൊല്ലം മുമ്പത്തെ മാതിരി ആയിക്കോളുന്നില്ല. എന്നെക്കാളും നല്ല സ്ഥാനാർത്ഥി. 2004 താങ്കൾ ഒരു പുതുമുഖമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിൽ ഇല്ലാത്ത ആളായിരുന്നു. 2015 താങ്കൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ 2004 നേതൃനിരയിൽ ഇല്ലാത്ത ഒരാളെ അനുകൂലിക്കുകയും 2015 സംസ്ഥാന സെക്രട്ടറിയെ പ്രതികൂലിക്കുകയും ചെയ്യുകയാണ് കുഞ്ഞാലിക്കുട്ടി. പ്രതികാലിക്കൽ അത് ജനറൽ സെക്രട്ടറി മറ്റേത് KP മജീദ് സാഹിബ്. അല്ല, നമ്മളിപ്പോൾ ഭാരവാഹിത്വത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ലല്ലോ രാജ്യസഭയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും അയക്കുക. അവിടെ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ KP മജീദിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഘാടകനാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഘട്ടത്തിൽ അനിവാര്യമാണ്. പക്ഷേ ഒരു രാജ്യസഭാ പ്രവർത്തനത്തിന് താങ്കൾ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് താങ്കളെ എതിർക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയത്തിൽ ഈ സംഗതികൾ ഇതൊക്കെ അതാത് സമയത്ത് പൊളിറ്റിക്സ് അല്ലേ, ആ സമയത്തുണ്ടാകുന്ന. അല്ല, എന്നോട് കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തിപരമായ ഒരു വിരോധമില്ല.
ഇപ്പോഴും നിങ്ങൾ നല്ല ബന്ധത്തിലാണ്? നല്ല ബന്ധത്തിൽ. ഇന്ന് രാവിലെ സംസാരിച്ചിട്ടാണ് വരുന്നത്. അല്ല, താങ്കൾ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചോ? എന്താണ് കുഞ്ഞാപ്പ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് എന്നോടുള്ള എതിർപ്പ് എന്ന് ചോദിച്ചോ? ഞാനോ? ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പോയിട്ട് പറഞ്ഞു, എനിക്ക് പിന്നെ കഴിഞ്ഞൊരു പ്രാവശ്യം ഞങ്ങൾ തന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ചെയ്തു, അടുത്ത പ്രാവശ്യത്തിൽ ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അതിൻ്റെ സമയമുണ്ടല്ലോ വഹാബ് നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. എന്നോട് എതിർപ്പ് അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ എതിർപ്പ്? പാർട്ടി യോഗത്തിൽ പറഞ്ഞില്ല. എന്തുകൊണ്ട് KPA മജീദിൻ്റെ ഉപരിയായി PV അബ്ദുൽ വഹാബ് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന ചോദ്യം വരുമ്പോൾ വഹാബിൻ്റെ കോൺട്രിബ്യൂഷൻ രാഷ്ട്രീയമായി മാത്രമല്ല, സമസ്തയുടേതായാലും ലീഗിൻ്റേതായാലും പത്രം, മറ്റ് മാധ്യമങ്ങൾ, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഇവയ്ക്കൊക്കെ ഫണ്ട് ആവശ്യമുണ്ട്. എല്ലാ കാലത്തും വഹാബ് സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും സഹായിക്കണം എന്ന സാമാന്യമായ യുക്തിയല്ലേ ഇതിനുള്ളൂ? അല്ലല്ല, ഇത് സമ്പത്തൊരു കാര്യമല്ല. സത്യത്തിൽ ഞാൻ പൈസ ചിലവാക്കിയിട്ടില്ല, ഒന്നും ചിലവാക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഞാൻ പറയുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്യണമെന്നും ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ ചന്ദ്രയുടെ കാര്യങ്ങളിലും ഒക്കെ എന്നെ ഏൽപ്പിച്ച സംഗതികളിൽ ഞാൻ പണം പിരിച്ചിട്ടും ചിലപ്പോൾ സ്വന്തം പൈസ എടുത്തിട്ടും ഒക്കെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യുപകാരം ഇതേമാതിരി ചെയ്യണം എന്നുള്ളതൊന്നുമല്ല. പാർട്ടിയിൽ ഞാനൊരു സെക്രട്ടറിയാണ്. പാർട്ടിയിൽ ഞാൻ എൻ്റെ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷത്തിൻ്റെ ഇടയിൽ പാർട്ടിക്ക് ചെയ്യാവുന്ന, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിൽ നിന്ന് 99% ഔട്ടുമാണ്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ KPA മജീദ് വേണോ PV അബ്ദുൽ വഹാബ് വേണോ എന്ന തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ എടുക്കുന്ന മാനദണ്ഡം എന്താണ്? മാനദണ്ഡമല്ലല്ലോ, ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. അതെ, ഒരു സീറ്റല്ലേ ഉള്ളൂ. അതെ, 2 സീറ്റില്ലല്ലോ. ആ ഒരു സീറ്റിൽ 2 എണ്ണം വരുമ്പോൾ അത് തീരുമാനിക്കാൻ 2 അഭിപ്രായം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് 2 അഭിപ്രായം അല്ല ഷിഹാബ്. 2004-ലും 2015-ലും നോക്കുമ്പോൾ പാർട്ടി ഒരു വശത്തും തങ്ങൾ കുടുംബം മറുവശത്തുമാണ്. അവിടെ 2004 എടുത്തത് എൻ്റെ പിതാവിന് പറ്റിയ വലിയ തെറ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ പറയുകയും 2015-ൽ അതേപോലെ തന്നെ ഒരു നികേഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ശിഹാബ് തങ്ങളുടെ ചെറിയ മകനാണ് മുനവ്വർ ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന് വേറെ 4 മക്കളുണ്ട്. അദ്ദേഹത്തിന് അനിയന്മാരുണ്ട്. തങ്ങൾക്ക് പൊരുത്തമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ഈ ഒരാൾ മാത്രമല്ല അറിയാം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ അതറിയാം, മറ്റുള്ള മുനവ്വർ അലിയും ആണല്ലോ എന്നായിരിക്കും എൻ്റെ തിരിച്ചുള്ള ചോദ്യം. എങ്ങനെ? മുനവ്വർ അലിയും ശിഹാബ് തങ്ങളുടെ മകനാണല്ലോ. ആണ്. അപ്പോൾ മുനവ്വർ അലിക്ക് മാത്രമായിട്ട് വിവരം കിട്ടുമോ? മുനവ്വർ അലി അസത്യം പറയുകയാണ്. അല്ല, അസത്യം പറയുന്നില്ലല്ലോ. മൂപ്പരെ ധാരണ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ തങ്ങൾ ഉദാഹരണം ഞാനൊരു കാര്യം പറയാം, തിരിച്ചു പറയാം. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് എൻ്റെ പേരിൽ ഈ കോലാഹലങ്ങൾ, വലിയ കോലാഹലങ്ങളുണ്ടായി. ഞാൻ പേയ്മെൻറ്റ് സീറ്റ് മറ്റതൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ തങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവിക വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അത് ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. മുനവ്വർ അലിയോട് ചോദിച്ചോ എന്തുകൊണ്ടാണ് മുനവ്വർ അലി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്? അല്ല, മുനവ്വർ അലി പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. മുനവ്വർ അലിനെ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു. അല്ല, ഇപ്പം PV അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു ഗുരുനാഥനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുടെ മകനാണല്ലോ, ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ താങ്കൾക്കത് വേദനിക്കണം. അങ്ങനെ വേദനിക്കുമ്പോൾ വ്യക്തിപരമായി പോയി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ മുനവ്വർ അലിക്ക് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. ആ ചോദ്യം ചോദിച്ചോ? ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കയറി. കെട്ടിപ്പിടിച്ചിട്ട് എന്ത് അല്ല, ആത്മാർത്ഥത വെറുതെ കെട്ടിപ്പിടിക്കാൻ പത്രക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് എന്നോട് എന്നെ വിളിച്ചു അന്ന് രാവിലെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാവും, പാപ്പാൻ്റെ ഖബർ സിയാറത്തിന് നമുക്ക് പോകണം, ഒന്നിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. നമ്മളത് ഫുൾ ഇതിലെടുക്കുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും എല്ലാം കുഞ്ഞാലിക്കുട്ടി ചില കാര്യങ്ങൾ പറയുന്നു, ഇവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ്റിൽ ആര് വേണം, എങ്ങനെ വേണം എല്ലാം തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിലെ യഥാർത്ഥ അധികാര കേന്ദ്രം കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് പൊതുധാരണ. അത് ശരിയാണോ അല്ലയോ? അത് ശരിയല്ല. ആരാ അധികാര കേന്ദ്രം? അധികാര കേന്ദ്രം പ്രസിഡൻറ്റ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനാണ് എല്ലാ അധികാരങ്ങളും. ദൈനംദിന കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൽ ഓരോ കാര്യങ്ങളും എല്ലാം തങ്ങളോട് ചോദിച്ച് തങ്ങൾ സമ്മതം വാങ്ങി തങ്ങളെന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടല്ല ചെയ്യാറ്. ദൈനംദിന കാര്യങ്ങൾ മേജറായിട്ടുള്ള സംഗതികളൊക്കെ വരുമ്പം തങ്ങളോട് ചോദിക്കും, തങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവും. തങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യും, നമുക്ക് സജസ്റ്റ് ചെയ്യാം. കുഞ്ഞാലിക്കുട്ടിക്ക് സാഹിബിനും എനിക്കും എല്ലാവർക്കും ചർച്ച ചെയ്യാം. പക്ഷേ തങ്ങളത്
ശരിയാണെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വേണ്ടാത്ത കാര്യമൊന്നും അധികം പറയില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ സംഗതി തങ്ങൾ അംഗീകരിച്ചാൽ എല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്നായിട്ട് എഴുതി കൊടുത്തു, കുഞ്ഞാലി സാഹിബിന് എഴുതി കൊടുത്തൊന്നും അതിന് വരില്ല. എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം മറികടന്ന് താങ്കൾക്ക് വേണ്ടി നിൽക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? ഇതിനുള്ള സംഗതി എന്താണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിലെ അധികാരഘടന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ സാധാരണഗതിയിൽ ഏത് അംഗന്മാരും ഇപ്പം മുമ്പത്തെ മുഹമ്മദ് ശിഹാബ് തങ്ങളാണെങ്കിലും പാണക്കാട് ബുക്കോയ തങ്ങളാണെങ്കിലും ഈ തങ്ങളാണെങ്കിലും ബാഫക്കി തങ്ങളാണെങ്കിലും ഇവർ സാധാരണ ജനങ്ങളുമായിട്ട് എന്നും ബന്ധപ്പെടുന്ന ആളാണ്. ഏതെങ്കിലും ഒരു മുകളിലിരിക്കുക അല്ലെങ്കിൽ റൂമിൽ അടച്ചിരിക്കുന്ന ആളല്ല, എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ പൾസുകളും അറിയാം. ഇവിടെ തീരുമാനം ആര് എന്ത് ഭൂരിപക്ഷ തീരുമാനം അല്ലെങ്കിൽ ന്യൂനപക്ഷ തീരുമാനം തങ്ങൾക്ക് തീരുമാനത്തിന് വിട്ടുകൊടുത്താൽ അതാ സാധാരണഗതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തങ്ങൾക്ക് തീരുമാനത്തിൽ വിട്ടുകൊടുത്ത് തങ്ങൾക്ക് അവിടെ പൂർണ്ണ അധികാരമാണ്. നമ്മൾ എന്ത് പറഞ്ഞ സംഗതി വെട്ടാനും തിരുത്താനും ഒക്കെ അധികാരമാണ്. അത് തിരുത്തി കഴിഞ്ഞാൽ അതിന് എന്ത് അഭിപ്രായ വ്യത്യാസം KPA മജീദിനേക്കാളും അബ്ദുൽ വഹാബാണ് രാജ്യസഭയിലേക്ക് യോഗ്യൻ എന്ന തീരുമാനം തങ്ങൾ എടുത്തതാണ്. എന്താ സംശയം കാര്യത്തിൽ? ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് തങ്ങൾ എടുത്തത്. ജനങ്ങളെ പൾസ് അറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് അതിൽ? അതെങ്ങനെയാണ് ജനങ്ങളുടെ പൾസ് അറിയുന്നൊരു അങ്ങനെ എന്തെങ്കിലും യന്ത്രം ഉണ്ടാവില്ലേ? അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ജനങ്ങളെ പൾസ് ഇപ്പം ഭൂരിപക്ഷം എൻ്റെ പേരിലാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിലല്ല പറഞ്ഞത്. തങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ, പ്രത്യേകിച്ച് മാധ്യമ ലോകത്ത് നിങ്ങളെപ്പോലത്തെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. ആരെങ്കിലും പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് കേൾക്കുന്നു, അഹമ്മദ് സാഹിബ് പറഞ്ഞത് കേൾക്കുന്നു എന്നല്ല. തങ്ങൾ കുടുംബം, തങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ തങ്ങന്മാരാണ് ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. ബാഫക്കി തങ്ങൾ, പിന്നെ പൂക്കോയ തങ്ങൾ, പിന്നെ ശിഹാബ് തങ്ങൾ, മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ഇപ്പോൾ ഹൈദർ ശിഹാബ് തങ്ങൾ. ഇവർക്കൊക്കെ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള വിവേകവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉണ്ടല്ലോ. താങ്കൾ പറഞ്ഞു പ്രവർത്തക സമിതിയോ അതല്ലെങ്കിൽ ആ കമ്മിറ്റിയോ അല്ല രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ കേൾക്കാം, തങ്ങളാണ് പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഈ മുനവറലി ശിഹാബ് തങ്ങൾക്ക് ഈ കൊച്ചാപ്പാട് എടുത്ത് പോയി പറഞ്ഞാൽ പോരെ, നമുക്ക് ഈ കാര്യത്തിൽ എനിക്കിങ്ങനെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ട് കേട്ടോ, ഇത് നമുക്ക് 2004 കൊടുത്തു, അതിൽ ചില ഇത് വന്നു, ഈ പ്രാവശ്യം അതുകൊണ്ട് താങ്കൾ അതൊന്ന് പുനഃ ചിന്തിക്കണം എന്ന് അടുത്ത് തങ്ങളുടെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് പുറത്ത് തങ്ങളാണ് തീരുമാനമെടുക്കുന്നതെന്ന് താങ്കളുടെ വാദഗതി ശരിയാണെങ്കിൽ പ്രവർത്തക സമിതിക്ക് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇതിടുക, പ്രവർത്തക സമിതി അത് ചർച്ച ചെയ്യുക. ചരിത്രത്തിൽ ആദ്യമാണ് തങ്ങളുടെ ഒരു തീരുമാനത്തോട് വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ ചർച്ച എന്ന് എന്ത് വിശേഷിപ്പിച്ചാലും ചർച്ച ഉണ്ടാവുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇതുപോലൊരു ചർച്ച, ഇതുപോലൊരു ഇത് വേറെ ഇതിനു മുമ്പ് 2004 ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുസ്ലിം ലീഗ് നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പ്രവർത്തക സമിതിയിൽ ഒരു തീരുമാനം എടുക്കുന്നു, അവിടെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇന്ന രീതിയിലൊരു തീരുമാനം എടുക്കുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളാരും കേട്ടിട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അല്ല, ഞാൻ നിങ്ങൾ വീണ്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യം മാത്രം അത് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, അവിടുത്തെ ഇത് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് അത് പിൻവലിച്ചത്? ആര്? ഫേസ്ബുക്ക് പോസ്റ്റ് മുമ്പ് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. യോഗത്തിന് മുമ്പ് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അറിയില്ലല്ലോ, മുനവർ ഇട്ടത് എനിക്കറിയില്ല, പിൻവലിച്ചത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുമില്ല. വേറെ നമ്മളെ വാട്സാപ്പിൽ വന്നപ്പോഴാണ്. താങ്കൾ പറയുന്നതിൽ യുക്തിഭദ്രതയില്ല വേണ്ടത്. അത് പാണക്കാട് താങ്കൾ തീരുമാനിക്കുന്നു കാര്യങ്ങൾ എന്ന് താങ്കൾ പറയുന്നു, പ്രവർത്തക സമിതിക്ക് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, പ്രവർത്തക സമിതിയിൽ ചർച്ച വരുന്നു, അതിനുശേഷം വീണ്ടും തങ്ങൾ തീരുമാനിക്കുന്നു. തങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഗോഷ്ഠിയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ തങ്ങളെ കൊണ്ടൊരു മറിച്ച് തീരുമാനമെടുപ്പിക്കാൻ, PV അബ്ദുൽ വഹാബിനെതിരായ ഒരു തീരുമാനമെടുപ്പിക്കാൻ പ്രവർത്തക സമിതിയെയും പൊതുസമൂഹത്തിലെ ഒരു ചർച്ചയെയും ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നെങ്കിൽ അത്ര രീതിയിൽ ശ്രമം നടത്താൻ കഴിവുള്ളയാൾ കുഞ്ഞാലിക്കുട്ടി അല്ലാതെ KPA മജീദ് അല്ല എന്ന് ഏത് മനുഷ്യനും അറിയാം. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അത് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് പൊളിറ്റിക്സാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാകും. ആ കാര്യങ്ങളിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? എന്നെ തന്നെ ആക്കണം എന്ന് ഞാനും പിന്നെ അല്ല, അങ്ങനത്തെ വല്ല കാര്യമുണ്ടോ? എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പിന്നെ എൻ്റെ KPA മജീദ് ആണെന്ന് പറഞ്ഞില്ല, എന്താണ് ഇത്? വേറെ ചില ആൾക്കാർക്ക് ഒന്നുമില്ല. ഒറ്റ കാര്യം, പക്ഷേ സംസ്ഥാന പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അവിടെ കിടക്കുന്നുമുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഉണ്ടല്ലോ മുസ്ലിം ലീഗിന്, സംസ്ഥാന നേതൃത്വം ഉണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, പിന്നെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെയല്ലല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ തീരുമാനിച്ച സംഗതികൾ PV അവിടെ മറിച്ച് തീരുമാനിക്കണില്ല. അപ്പം അത് വേണോ? അല്ല, അത് അവർക്ക് കമ്മിറ്റിയാണ്. PB ഒരാൾ വ്യക്തിയല്ല. ജനറൽ സെക്രട്ടറിക്ക് ചുമതല ഏൽപ്പിച്ചിട്ട് PB പിരിയാറില്ല. അല്ല, അങ്ങനെയല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. മുസ്ലിം ലീഗിൽ അത് വ്യക്തമായും ആദ്യം മുതലേ
സംസ്ഥാന പ്രസിഡന്റിൻ്റെ വിവേചന അധികാരമാണ്. പാർട്ടിക്ക് ആവശ്യമായ പണം കൊടുത്തുകൊണ്ടിരുന്നു എന്നല്ലാതെ മറ്റ് പാർട്ടി പ്രവർത്തനത്തിൽ താങ്കളുടെ പങ്കാളിത്തമില്ല എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കില്ലേ ഈ എതിർപ്പ്? അല്ലല്ലല്ല, ഞാൻ പാർട്ടി സെക്രട്ടറി, എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജുണ്ട്, ചന്ദ്രികയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, അതിന് ചാർജുണ്ട്, വിദേശത്തുള്ള KMCCൻ്റെ ചാർജുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ ചെയ്യണത്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നിലയ്ക്ക് പ്രവർത്തക സമിതിയിലും ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റിയിലും വിയോജിപ്പുണ്ടായിട്ടും തങ്ങൾ എന്തുകൊണ്ട് വഹാബിനെ തീരുമാനിച്ചു? നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതിന് മറുപടി അല്ല, എന്താണ് ഈ പാർട്ടിയുടെ ജനാധിപത്യം എന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത്. 1991 സംഭവിച്ചത് അന്ന് എന്തൊക്കെയോ പറഞ്ഞു. തങ്ങളാണ് അധികാര കേന്ദ്രമെങ്കിൽ പിന്നെ എന്തിനാ PK കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബേ, സംശയമാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബേ എന്നെ ഈ തവണ രാജ്യസഭയിലേക്ക് ഒന്ന് പരിഗണിക്കണം, അപ്പോൾ പരിഗണിക്കാം എന്ന് പറയും. അപ്പോൾ തങ്ങൾ എടുക്കുന്നതാണ് തീരുമാനമെങ്കിൽ എന്തിന് കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണാൻ? അതിന് ഞാൻ പറഞ്ഞില്ല, തങ്ങൾ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അന്വേഷിച്ചിട്ടും എല്ലാവരോടും ബന്ധപ്പെട്ടിട്ടും ആണ് തീരുമാനിക്കുക. അല്ല തങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ എല്ലാവരും അന്വേഷിക്കുമ്പോൾ എല്ലാവരും വിരുദ്ധാഭിപ്രായമാണ് പറയുന്നത്. ആര് പറഞ്ഞു? മഹാഭൂരിപക്ഷം. ഇല്ലല്ല, അതാണ് അവിടെയാണ് നമ്മൾ വിരുദ്ധാഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്താണ് ഈ ഒരേ സമയത്ത് പാണക്കാട് തങ്ങളെയും പിണറായി വിജയനെയും സ്വാധീനിക്കാൻ കഴിയുന്ന വഹാബിൻ്റെ ഒരു ശക്തി? പിണറായി വിജയനെ സ്വാധീനിച്ചു. പിണറായി വിജയനെ സ്വാധീനിച്ചു. ഞാൻ എങ്ങനെ നികേഷിൻ്റെ അച്ഛൻ MVRനെ സ്വാധീനിച്ച പിണറായി വിജയനെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ വിഭിന്ന രാഷ്ട്രീയ കക്ഷികളുമായി നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുന്നു. അവരെന്തിന് എന്തെങ്കിലും എന്നിൽ മോശം കണ്ടത്. ഇനി അഥവാ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടില്ലെങ്കിൽ PV അബ്ദുൽ വഹാബ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരിക്കലും പോകില്ല, ജീവിതത്തിൽ എനിക്ക് പോകില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുകൂലിയല്ല. പിന്നെ എനിക്ക് പിണറായി വിജയനെ കണ്ട് സംസാരിച്ചിരുന്നു? ഇല്ല, ഇതിന് ഇല്ല. പിണറായി വിജയനെ കണ്ട് സംസാരിച്ചത് ഞാൻ കുഞ്ഞാലി സാഹിബ് ഒന്നിച്ച് സംസാരിച്ചതാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഒരേ സമയം കൈരളിയുടെയും ചന്ദ്രികയുടെയും ഡയറക്ടറായി തുടരുന്ന ലോകത്തിലെ അപൂർവ ജീവികളിൽ ഒരാളാണ് അതെങ്ങനെ സാധിക്കുന്നു? ഈ കൈരളി ഡയറക്ടറാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് നിലവിൽ ഇവിടെ ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനൽ ഒരു സാഫ്രണൈസ് ചെയ്യുന്നുണ്ടോ, കാവ്യവൽക്കരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി. ആദ്യം ഇടതുപക്ഷ ചാനലായിട്ടാണ് ശശികുമാർ എന്നോടൊക്കെ പറഞ്ഞിരുന്നു, ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുനീർ ഒരു ചാനലിൻ്റെ ഇതായിട്ട് വന്നു. അത് പൊളിക്കാൻ വേണ്ടിയാണ് കൈരളിയിൽ ചേർന്നത്? അങ്ങനല്ല, പൊളിക്കല്ല. ഞാനതിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് വന്ന ആൾക്കാർ, എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ എനിക്ക് അതിൽ വിശ്വാസം തോന്നിയില്ല. മുനീറിൻ്റെ ഒരു വലിയൊരു മനസ്താപം അതാണ്. അതായത് വഹാബ്ക്കൊന്നും നമ്മളെ സഹായിച്ചില്ല എന്നുള്ളത്. അതിലുണ്ടാകാം. കാരണം എനിക്ക് അന്ന് തോന്നി, കൂടെ വന്ന ആൾക്കാരിൽ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ഇത് പിന്നെ എൻ്റെ മുനീർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കഴിവുള്ള, നിങ്ങളെ ഈ സർഗാത്മക കഴിവൊക്കെ ഉള്ള ആളാണ്. അയാൾ ഫിനാൻഷ്യൽ വിസാർഡൊന്നുമല്ല. നമ്മളൊക്കെ കുറച്ച് ബിസിനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ തിരിയലത് ഈ സംഭവം. അപ്പോൾ അതിന് വന്ന ആൾക്കാരിൽ എനിക്ക് വിശ്വാസം വന്നില്ല, അത് നന്നായി നടത്തുന്നില്ല. കൈരളിലേക്ക് വരാം. ആ സമയത്താണ് മിസ്റ്റർ പിണറായി വിജയൻ ഈ ഒരു സംഗതിയിൽ, ചാനലിൻ്റെ സംഗതിയിൽ എന്നെ വിളിപ്പിക്കുന്നത്. മുനീറിൽ കാണാത്ത ഫിനാൻഷ്യൽ വിസാർഡ് പിണറായി വിജയനിൽ കണ്ടു. ഞാൻ കണ്ടു, പിണറായി വിജയനെ കണ്ടു. പിണറായി വിജയനെ അതിൻ്റെ സംഗതികൾ പറഞ്ഞു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടി ചാനൽ, നമ്മൾ കൈരളി ചാനൽ മലയാളം കമ്മ്യൂണിക്കേഷൻ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറഞ്ഞത് വർഗീയതയും ഫാഷിസത്തെയും ശക്തിയായി എതിർക്കും എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഇതിലുള്ള ഇഷ്യൂ ഷെയർ ഹോൾഡിങ് കൂടുതൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻസും അവർക്കാണ്. ഒരു ചെറിയ പോർഷനാണ് ഇതിൽ ബാക്കിയുള്ളത്, വളരെ ചെറിയ പോർഷൻ. അതിൻ്റെ ഒരു 5-10% അല്ലെങ്കിൽ 20-25% ഉണ്ടാവും മാക്സിമം ഗൾഫൊക്കെ നീക്കുക ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എൻ്റെ മനസ്സിൽ വാർത്തകളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനങ്ങളും കാര്യങ്ങളും അവരിതില്ലാണ്ടെങ്കിലും മറ്റുള്ള നിലപാടുകളിൽ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പം ഇവിടെ ഉണ്ടാകാൻ പോകാവുന്ന എന്നത്തെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. അത് അന്നൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോഴാണ് ഉണ്ടായി വരണുള്ളൂ. വർഗീയത അല്ലെങ്കിൽ ഈ നമ്മുടെ ആ നിലവിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ തടയിടാൻ കൈരളിക്ക് കഴിയും എന്നുള്ളൊരു ബോധത്തിലാണ്, പരിപൂർണ ബോധത്തിലാണ്. കൈരളി രൂപീകരിച്ചത് CPMൻ്റെ ആശയപ്രചാരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ആശയപ്രചാരണത്തിനുള്ള ചാനലിന് PV അബ്ദുൽ വഹാബിൽ നിന്നും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്. MK മുനീർ എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി തുടങ്ങുന്ന ഇന്ത്യ വിഷനിൽ ലഭിക്കുന്നുമില്ല. അന്ന് താങ്കൾ കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ ചാനലല്ല ഇന്ത്യ വിഷൻ. മുനീറിന് വേണമെങ്കിൽ തുടങ്ങാം പേഴ്സണലായിട്ട് എന്നുള്ളത്. അങ്ങനെ മുനീർ പേഴ്സണലായിട്ട് തുടങ്ങിയത്. മുനീറിന് മുസ്ലിം ലീഗിൻ്റെ പരിചയം കൊണ്ട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്ന് ഇന്ത്യ വിഷൻ തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ ഒരു ആശീർവാദത്തോടും കൂടിയല്ല.
കുഞ്ഞാലിക്കുട്ടിയല്ല പാണക്കാട് തങ്ങളാണ് മുസ്ലിം ലീഗിൽ തീരുമാനമെടുക്കുന്നത് എന്ന് തുറന്നു പറയുകയും അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ശ്രീ പി വി അബ്ദുൽ വഹാബ് മീഡിയ എഡിറ്റേഴ്സിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. അങ്ങനെയല്ല, ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു അധികാരവും ഇല്ല എന്നതിന് അർത്ഥമില്ല.